നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് തടഞ്ഞു നിർത്താൻ സർക്കാർ സംവിധാനം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അപ്പുറത്തെ വശത്തു നിന്നും വലിയ കരഘോഷമാണ് സാർ ഉയർന്നത്. അങ്ങും കേട്ട് കാണും. സാർ, ഞങ്ങളുടെ നോട്ടീസ് ഞാൻ വായിക്കാം. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഗുരുതര സ്ഥിതിവിശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസ്. അത് സർക്കാർ അംഗീകരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ മുമ്പ് ഭരണപക്ഷ MLA-മാർ കൈയടിക്കണമെങ്കിൽ ഈ വിഷയം അവർ പോലും എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സാർ. ഒരു ഭരണകക്ഷി അംഗത്തിന് റൂൾ 50 നോട്ടീസ് കൊടുക്കാനുള്ള പരിമിതിയുണ്ട്. പക്ഷെ അവർക്ക് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചർച്ച ചെയ്യാമെന്ന് മന്ത്രി പറയുമ്പോൾ അവരെല്ലാം ആത്മാർത്ഥമായി അവർ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് അവർ കൈയടിച്ചു എന്നാണ് സാർ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാർ, ഞങ്ങളത് ഉൾക്കൊള്ളുന്നു സാർ. സാർ, ഇവിടെ ഈ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം എന്താണ് സാർ? ഈ സർക്കാർ വന്നതിന് ശേഷം വൈദ്യുതി ചാർജ് 3 തവണ വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, സെസ് ഏർപ്പെടുത്തി, ഡീസലിനും പെട്രോളിനും കേന്ദ്ര സർക്കാരിൻ്റെ വർധനവ്, സംസ്ഥാന സർക്കാരിൻ്റെ അധിക സെസ്, ഇങ്ങനെയെല്ലാം സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ 18% DA കുടിശ്ശിക, കശുവണ്ടി തൊഴിലാളിക്ക് ജോലിയില്ല, കയർ മേഖല പ്രതിസന്ധിയിലാണ്, ഖാദി തകർച്ചയിലാണ്, നെല്ല് കർഷകർ പ്രതിസന്ധിയിലാണ്, റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണ്, ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ഈ വിലക്കയറ്റം മൂലം അവർ ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. ഒന്ന്, വരുമാനം കുറഞ്ഞ ഒരു മേഖല, വരുമാനമേ ഇല്ലാത്ത ഒരുപാട് മേഖല. ആ ജനങ്ങളാണല്ലോ കേരളത്തിലെ ജനങ്ങൾ. അവരുടെ മുമ്പിൽ ഈ വിലക്കയറ്റ തോതിൽ, ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റിൽ നമ്മൾ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഗുരുതരമായ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. സാർ, 2024 ജൂലൈയിൽ വിലക്കയറ്റം അടിയന്തര പ്രമേയമായി വന്നപ്പോൾ മന്ത്രി GR അനിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ വായിക്കാം. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം ഒരു ദേശീയ പ്രശ്നമാണ്. നമ്മുടെ തൊട്ടടുത്ത ഉൽപ്പാദന സംസ്ഥാനങ്ങളെ നോക്കൂ. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാണ്. കേരളത്തിൽ പണപ്പെരുപ്പം 5.47 മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ കൂടുതലാണ്. കേരളത്തിൽ വിലക്കയറ്റ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി, ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സാർ. അദ്ദേഹം 24 ജൂലൈയിൽ പറഞ്ഞതാണ് ഞാനിവിടെ വായിച്ചത്. സാർ, ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുക. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റേത് ഓഗസ്റ്റിൽ ഈ CPI, ഓഗസ്റ്റിലെ CPI എത്രയാണ്? 9 സാർ. ഇന്ത്യയിലെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടക എടുത്താൽ അത് 3.8 സാർ. കേരളം 9.4%. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ CPI പ്രകാരമുള്ള ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റ് അത് വരുന്നത് 9.4 ആണ്. കർണാടക 3.98 ആണ്. സാർ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ ഓഗസ്റ്റിലെ ഡേറ്റയാണ്. അത് പ്രകാരം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ 1.24, 1.77, 0.52 നെഗറ്റീവ് ഉള്ള സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ഇന്ത്യയിൽ നോക്കൂ സാർ, ഈ ഇന്ത്യയിലെ മാപ്പിൽ 9%. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ അങ്ങ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. നമ്പർ 1 കേരളം. CPI-യിൽ നമ്പർ 1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഈ വിലക്കയറ്റ തോതിൽ നമ്പർ 1 കേരളം എന്ന്. ഒരു മാസമല്ല സാർ, ഇത് ഒരു മാസമാണെന്ന് കരുതണ്ട. ഒരു മാസമല്ല. നോക്കൂ, ജനുവരിയിൽ 6.79, ഫെബ്രുവരിയിൽ 7.31, ജൂണിൽ 6.71, ജൂലൈയിൽ 8.89, ഓഗസ്റ്റിൽ 9. ഒരു ഗവൺമെന്റിനോട് ഞങ്ങളുടെ ചോദ്യം സാർ, ഒരു മാസമല്ല, 2 മാസമല്ല, തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1-ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ എന്താണ് സാർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്?
ഒരു മാസം യാദൃശ്ചികമായി സംഭവിച്ചു, നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത സാഹചര്യങ്ങൾ വന്നു. 8 മാസമായിട്ട് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് വിലക്കയറ്റ തോതിൽ ഒരു സംസ്ഥാനം നിൽക്കുകയാണ് സാർ. ഇവിടെ നമുക്ക് പല സാധനങ്ങളുടെയും വിലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില സാർ, മലയാളിക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. സാർ, നമ്മൾ ഈ ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു സാർ. അതായത് ഈ 10 രൂപയുടെ പപ്പടം കാച്ചാൻ 400 രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങുന്ന മലയാളിയോടാണോ ട്രംപിന്റെ കളി എന്നായിരുന്നു ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോള്. എന്നാൽ ഇപ്പോൾ അത് ട്രോളൊക്കെ മാറി സാർ. പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചുട്ടു തിന്നേണ്ടി വരും, അനന്തമായി നീണ്ടുപോകും സാർ. ഈ 400 രൂപ, 500 രൂപ, 550 രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ് വെളിച്ചെണ്ണ സാർ. ഇവിടെ കേരയ്ക്ക്, നമ്മുടെ സപ്ലൈകോയിലുള്ള കേരയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോ 429 രൂപയാണ് സാർ. 429 രൂപയാണ് കേരയ്ക്ക്. ശബരിയുടെ സ്ഥിതി എന്താ സാർ? ഈ ശബരി വെളിച്ചെണ്ണയാണെങ്കിൽ മന്ത്രിക്ക് അറിയാലോ, 50% സബ്സിഡിയും പിന്നെ 50% നോൺ സബ്സിഡിയാണ്. ഏതാണ്ട് 300-320 രൂപയ്ക്കാണ് ശബരി നമ്മൾ സപ്ലൈകോയിൽ കൊടുക്കുന്നത്. 50% സബ്സിഡിയിൽ വാങ്ങാൻ പറ്റത്തില്ല. എന്നാ അറിയോ? 1 ലിറ്റർ എണ്ണയെ കൊടുക്കത്തുള്ളൂ. പാക്കറ്റ് 1 ലിറ്ററിന്റെയാണ്. അപ്പൊ 50ന്റെ ഇല്ല പാക്കറ്റ്. അപ്പൊ ഈ 329 ശബരി വാങ്ങേണ്ട സ്ഥിതി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പൊതു മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് പോലും വാങ്ങേണ്ട സ്ഥിതിയാണ് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് സാർ. ശബരിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് എത്തിയിരിക്കുന്നത് സാർ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഇവിടെ ചെയ്തു. ഈ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തേണ്ട സംവിധാനങ്ങളാണ് ഈ സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ. അവർക്ക് ഗവൺമെന്റ് ധനകാര്യമന്ത്രി ഇവിടെ ഇല്ല. ഞാൻ മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ പോയിന്റ് പറയുന്നത് സാർ. ഇവിടെ അവർ ഈ 24-ൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത്, പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് 420 കോടിയാണ്. വകയിരുത്തിയത് 205 കോടിയാണ്. അതിൽ ചെലവഴിച്ചത് 176 കോടിയാണ് സാർ. എങ്ങനെയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ഇത് യഥാർത്ഥത്തിൽ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടി ആരെങ്കിലും CPIയുടെ MLA-മാർ അവതരിപ്പിക്കേണ്ട ഒരു അടിയന്തര പ്രമേയമാണ് സാർ. ഈ പൊതുവിപണിയിൽ ഓണക്കാലത്ത് പോലും മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ വകുപ്പ് ചോദിച്ചത് 420, വകയിരുത്തിയത് 205, ചിലവഴിച്ചത് 176 കോടി സാർ. ഇത് എനിക്ക് നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ്. എനിക്ക് തന്നെ 24/3/2025 ബഹുമാനായ GR അനിൽ അദ്ദേഹം എനിക്ക് നിയമസഭയിൽ തന്ന മറുപടിയിലാണ് ഈ വലിയ വ്യത്യാസമുള്ളത്. വകുപ്പ് ചോദിച്ച തുക, ധനകാര്യ വകുപ്പ് അനുവദിച്ച തുക, ചിലവഴിച്ച തുക സാർ. ഇതിലുണ്ട് എന്തുകൊണ്ടാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉണ്ടാകാത്തതെന്നും, എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ പരാജയപ്പെടുന്നതെന്നും, എന്തുകൊണ്ടാണ് 8 മാസമായി ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതും ഈ നിയമസഭാ ചോദ്യോത്തരം തന്നെ അതിന് തെളിവാണ് സാർ. സാർ, ഇവിടെ മറ്റൊരു കാര്യം, ശ്രീ കെ ബാബു തൃപ്പൂണിത്തുറ MLA-ക്ക് അങ്ങ് 2 ദിവസം മുമ്പ് 16/9/2025 കൊടുത്ത ഒരു മറുപടിയുണ്ട് സാർ. സാർ, എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഈ സബ്സിഡി 13 ഐറ്റം ഉണ്ടായിരുന്നു. പൊതുവിപണിയിലെ വില കൂടുന്ന സമയത്തും ഈ സബ്സിഡി ഐറ്റത്തിന് വില കൂട്ടാതെയാണ് നമ്മുടേതായ ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. സാറ്, ഞാൻ ശ്രീ കെ ബാബുവിന് അങ്ങ് കൊടുത്ത മറുപടി 2016 ഈ 13 ഇനങ്ങളുടെ പിന്നെ വിലയും ഇപ്പോഴത്തെ വിലയും അങ്ങ് ഇന്നലെ മിനിഞ്ഞാന്ന് കൊടുത്ത മറുപടിയാണ്. അതിൽ പറയുന്നു, ചെറുപയർ 2016 74, ചെറുപയർ ഏത് സപ്ലൈകോയിലെ സബ്സിഡി ഐറ്റമാണ്, ഇപ്പോൾ 90, ഉഴുന്ന് 66, ഇപ്പോൾ 90, കടല 43, ഇപ്പോൾ 65, തുവരപ്പരിപ്പ് 65, ഇപ്പോൾ 93,
മുളക് 75, ഇപ്പോ 110. സപ്ലൈകോയിലെ സബ്സിഡി ഐറ്റത്തിന്റെ കാര്യ സാർ. ഇത് സപ്ലൈകോയിലെ നോൺ സബ്സിഡി ഐറ്റം വേറെ, സപ്ലൈകോയിലെ പുറത്ത് പൊതുവിപണിയിലെ വില വേറെ. ഇത് സപ്ലൈകോയിൽ എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റുകളും പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷനായ 13 സബ്സിഡി ഇനങ്ങളുടെ വില സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ജയ അരി അന്ന് 25, ഇന്ന് 33. കുറുവ അരി അന്ന് 25, ഇന്ന് 33. സാറ് വെളിച്ചെണ്ണ 1 ലിറ്റർ അന്ന് സബ്സിഡി എൻ്റെ ബാലാൽ മിനിസ്റ്റർ നമ്മളെ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ വന്ന ഒരു സാധനമുണ്ട്, സബ്സിഡി കൂട്ടില്ല. നമ്മൾ ഒത്തിരി BJP ഇട്ട് ഓടിച്ചതാണ് ആ സാധനമാണ്. ആ വില കൂട്ടില്ല, സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡുണ്ടുണ്ടു എന്ന് പറഞ്ഞ് BJP ഇട്ട് നമ്മൾ ഒത്തിരി ഓടിച്ചതാണ്, വെറുതെ ഓർമ്മിപ്പിക്കരുത്. അപ്പോ ആ സാധനങ്ങൾക്കാണ് ഇപ്പോ ഈ വില വർധന ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പൊതുവിപണിയിലെ കാര്യത്തിലേക്ക് വന്നാൽ പൊതുവിപണിയിൽ ഇതിനേക്കാൾ വലിയ വില വർധനവാണ് പൊതുവിപണിയിൽ. സാർ ഞാൻ മാത്രം പറഞ്ഞതല്ല ഇതിപ്പോ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പത്രങ്ങളിൽ കൂടി വായിക്കാം എന്നുള്ളതല്ലാതെ പാർട്ടി കമ്മിറ്റിയിലൊന്നും നമ്മളില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ CPI സമ്മേളനങ്ങളിൽ പോലും അവിടെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. അതായത് 13 അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് പൊതുവിപണിയിൽ കിട്ടും, പിന്നെന്തിനാണ് കേരയുടെ എണ്ണ ഈ കൂടിയ വിലയ്ക്ക് വാങ്ങണമെന്നുള്ള ചോദ്യമടക്കം ഉയർന്നു. ഹോർട്ടികോർപ്പ് എന്തിനാണെന്നും ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയേക്കാൾ വിലയാണെന്നും പിന്നെങ്ങനെ സ്ഥാപനം രക്ഷപ്പെടുമെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇത് CPI സമ്മേളനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. സാർ ഇവിടെ അത് മാത്രമാണോ? അതുമാത്രമല്ല സാർ ഇവിടെ പിന്നെ സപ്ലൈകോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ. അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അതുമൂലം സപ്ലൈകോ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സാർ, സപ്ലൈകോയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന തുക കൊടുത്തുകൊണ്ട് അത് പിടിച്ചു നിർത്തണം. സാറ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇപ്പൊ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. സിനിമയിൽ ഇന്നസെന്റ് ഒക്കെ പറയുന്ന പോലെ സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ട്, രാവണ പ്രഭുവിലാണെന്ന് തോന്നുന്നു. ഇത് അയാളുടെ കാലമല്ലേ? ആരുടെയാ? കോൺക്ലേവിന്റെ. അപ്പോ ഒരു വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുക അല്ലാതെ ഗവൺമെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സാർ. പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല സാർ. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ രണ്ടുപേരും ചോദിച്ചു 9 കൊല്ലം മുമ്പല്ലേ എന്ന്. ഞാൻ അതുകൊണ്ട് പറയാം, മട്ട അരി ലൂസ് 2 മാസം മുമ്പ് 53 രൂപയായിരുന്നു, 2 മാസം കൊണ്ട് അത് 56 സാർ. വട്ടൽ മുളകിന് 2 മാസം മുമ്പ് പൊതുവിപണിയിൽ 170 രൂപയായിരുന്നു, 2 മാസത്തിന് ശേഷം 185 രൂപയാണ് സാർ. 2 മാസം കൊണ്ട് 15 രൂപയാണ് കൂടുന്നത്. ചെറുപയർ 2 മാസം മുമ്പ് 155 രൂപയായിരുന്നു, ഇപ്പൊ അത് 170 രൂപയാണ് സാർ. ഉഴുന്നുപരിപ്പ് 2 മാസം മുമ്പ് 120 രൂപയായിരുന്നു, ഇപ്പൊ അത് 130 രൂപയാണ് സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. അതുകൊണ്ട് ഇത് പൊതുവിപണിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പൊതുവിപണിയിലെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല സാർ. ഇവിടെ പ്രൈസ് മോണിറ്ററിംഗ് ഇല്ല, അതിനായി റെഗുലർ ഇന്റർവെൻഷൻ ഇല്ല. സപ്ലൈ ചെയിൻ്റെ പ്രശ്നമുണ്ട്. മാണി സി കാപ്പൻ എന്നോട് പറഞ്ഞു, നമ്മുടെ മൂന്നാറിലടക്കം ഈ ചെറിയ ഉള്ളിയൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ അത് വാങ്ങിച്ചിട്ട് കൃത്യമായി സ്റ്റോറേജ് നടത്തിയാൽ വില കൂടുന്ന സമയത്ത് നമുക്ക് അവരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും, നമ്മുടെ ജനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെയുള്ള സ്റ്റോറേജ് സമ്പ്രദായങ്ങളൊന്നുമില്ല. PSUസിനെ ശക്തിപ്പെടുത്താൻ ഒരു സംവിധാനവുമില്ല. അതെല്ലാം ഇൻഎഫിഷ്യൻസി അവിടെ കൊടികുത്തി വാഴുകയാണ് സാർ. അതുകൊണ്ട് ഇത്ര രൂക്ഷമായ വിലക്കയറ്റം, അതായത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്
രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം 3.86 ആണ് ഇൻഫ്ലേഷൻ റേറ്റ് എങ്കിൽ നമ്മൾ 9 ആണ് എന്നുള്ളത് ഒട്ടും ആശാസ്യകരമല്ല. ഇക്കാര്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആശ്വാസം വരാൻ കഴിയുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. ശ്രീ പി സി വിഷ്ണുനാഥ്, അങ്ങേക്ക് സഭയുടെ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, 15ാമത് കേരള നിയമസഭ 16 അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പം അങ്ങ് നൽകിയ 4 നോട്ടീസും സഭ ചർച്ചയ്ക്കെടുത്തു എന്ന് വരെ അങ്ങേ അറിയിക്കുകയാണ്.